70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം 28-ന് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജലമേള നടത്താൻ മുഖ്യമന്ത്രി അനുമതി നൽകിയതായി മന്ത്രി പി പ്രസാദ് അറിയിച്ചു. വള്ളംകളി നടത്തുന്നതിലെ അനിശ്ചിതത്വം ബോട്ട് ക്ലബ്ബുകളുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. റിപ്പോർട്ടർ വാർത്തയെ തുടർന്നാണ് സർക്കാർ ഇടപെടൽ. വിവരങ്ങളുമായി സൈഫുന്നിസ ചേരും. സൈഫുന്നിസ, അങ്ങനെ ഒരുപാട് ദിവസങ്ങളായി നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിനൊടുവിൽ വള്ളംകളി ഈ മാസം 28-ന് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. വള്ളംകളി പ്രേമികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയല്ലേ? ശിശിര, തീർച്ചയായും വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വലിയ ആഘോഷ പരിപാടികളൊന്നും വേണ്ട എന്നും ഓണാഘോഷങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുകയും ചെയ്തതിൻ്റെ ഒപ്പം കൂടിയാണ് ഈ വള്ളംകളിയും നടത്തേണ്ടെന്ന തീരുമാനത്തിലേക്ക് ആദ്യം എത്തിയിരുന്നത്. പക്ഷേ ഈ വള്ളംകളി എന്ന് പറയുന്നത് കാലങ്ങളായി, അതായത് മാസങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു പരിശീലനവും തയ്യാറെടുപ്പുകളുടെ എല്ലാം ഭാഗമാണ്. അങ്ങനെ ഈ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിരിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ നിരാശ ഉണ്ടാക്കുന്നതായിരുന്നു ആദ്യമുണ്ടായിരുന്ന തീരുമാനം. പിന്നീട് ഈ കമ്മിറ്റികളെല്ലാം ചേർന്ന് കളക്ടർക്ക് നിവേദനം നൽകുകയും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിനൊപ്പമാണ് റിപ്പോർട്ടർ ടിവിയും ഈ വിഷയം ഏറ്റെടുത്തത്. നെഹ്റു ട്രോഫി വള്ളംകളി നടത്തണം എന്നുള്ളത്. ഇതിന് പിന്നാലെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് 1 കോടി രൂപ ഈ വിഷയത്തിൽ ഈ വള്ളംകളി നടത്തുന്നതിന് വേണ്ടി നൽകാം എന്നും വള്ളംകളി നടത്തേണ്ടതിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ് എന്നും അറിയിക്കുകയും ചെയ്തത്. പിന്നാലെയാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായത്. ഇന്നലെ നടന്ന യോഗത്തിൽ മന്ത്രി പി പ്രസാദാണ് വള്ളംകളി നടത്താൻ മുഖ്യമന്ത്രി തീരുമാനം അറിയിച്ചിട്ടുണ്ടെന്നും സെപ്റ്റംബർ 28 ശനിയാഴ്ച വള്ളംകളി നടത്താമെന്നും അറിയിച്ചത്. എന്തായാലും വള്ളംകളി പ്രേമികൾക്കെല്ലാം തന്നെ ജലോത്സവത്തെ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം തന്നെ ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത കൂടിയാണ്. മറ്റ് വള്ളംകളികൾ ശനിയാഴ്ച ഇല്ലാത്തതിനാലും, അതായത് ഈ സെപ്റ്റംബർ 28 ശനിയാഴ്ച ഇല്ലാത്തതിനാലും ശനിയാഴ്ചയാണ് ഈ വള്ളംകളി നടത്താൻ ഏറ്റവും അനുയോജ്യമായ ദിവസം എന്നുള്ളത് കൊണ്ടുമാണ് സെപ്റ്റംബർ 28-ന് വള്ളംകളി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ഉദ്ഘാടനം ചെയ്യുക. നേരത്തെ ഈ കമ്മിറ്റികളടക്കം തന്നെ പരാതി നൽകുകയും കളക്ടർക്ക് നിവേദനം നൽകുകയും എല്ലാം ചെയ്തിരുന്നു. പിന്നീട് കളക്ടറാണ് ഈ യോഗം ചേർന്ന് ഇതിന് തീരുമാനമെടുക്കാമെന്ന് അറിയിക്കുകയും ചെയ്തത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നിലവിൽ വള്ളംകളി നടത്താൻ സെപ്റ്റംബർ 28-ന് ആഗ്രഹിച്ചതുപോലെ തന്നെ ജലോത്സവം നടത്താൻ തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഓക്കെ.